ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കട്ട ശോകമാണ്. കാരണം ഇന്നലെ രാത്രിയോട് കറണ്ടും ഇല്ല. എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂപ്പിയുടെ ഓരോരോ കുരുത്തക്കേടുകൾ. തേങ്ങ അരച്ച് വെച്ച് കറി വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെട്ടെന്ന് മീനിനെ പുരട്ടി വെച്ചു. അപ്പോഴേക്കും പിന്നെ 11 മണിയായപ്പോൾ കറണ്ട് വന്നു. പിന്നെ ചടപട എന്നായിരുന്നു എല്ലാം. പെട്ടെന്ന് തോരനും അരിഞ്ഞ് അതിൻ്റെ പുറകെ നിന്നായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ തോരൻ വയ്ക്കുന്നത്. നിങ്ങളെ കാര്യം അറിയത്തില്ല, ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ലേ. എൻ്റെ സ്റ്റൈൽ ഇതാണ്, സിമ്പിളായിരുന്നു. വിഷയത്തിൽ നിന്ന് നമ്മൾ തന്നെ മാറി. അങ്ങനെയാണ് പൂപ്പിയുടെ കാര്യം. ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നല്ലോ, അതിൽ കണ്ടു കാണും. എൻ്റെ സ്റ്റാൻഡ്, ചെരുപ്പ്, മിറ്റം തൂക്കുന്നു, തുറപ്പ് എല്ലാം എനിക്ക് പണി കിട്ടി. അതിൻ്റെ കൂടെ ആണെങ്കിൽ കുട്ടികളും കുറച്ച് പണി തന്നു. കണ്ടില്ലേ വീട് കിടക്കുന്ന കോലം. ഞാൻ ഇതെല്ലാം അടുക്കളപ്പണി ചെയ്ത് വന്നപ്പോഴേക്കും വീട് ഈ ഗതിയായിരുന്നു. പിന്നെ പെട്ടെന്ന് വീടെല്ലാം ക്ലീനാക്കി. അയ്യോ, കുറച്ച് സമയം എടുത്ത് കേട്ടോ ക്ലീനാക്കാൻ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴുണ്ട് അനിയൻ്റെ പുത്രന് ശ്വാസം മുട്ടെന്നും പറഞ്ഞ് ആശുപത്രിയിൽ പോകാൻ നിൽക്കുകയായിരുന്നു. നേരെ താഴോട്ട് വെച്ച് പിടിച്ചു. കണ്ടില്ലേ, ഇവൻ്റെ മട്ടും മാതിരി കണ്ട ഇവനാണ് വണ്ടി ഓടിക്കുന്നതെന്ന് തോന്നും. ഭയങ്കര കുറുമ്പാണ് കേട്ടോ. കാണിക്കുന്ന കന്നം തിരിവുകൾ അവനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂപ്പി പഞ്ചപാവം എന്ന് തന്നെ പറയാം. അവൻ്റെ അത്ര കുരുത്തക്കേടൊന്നുമില്ല, അവനാൾ ഡേഞ്ചറാണ്. പിന്നെ ഇവനെ കൊണ്ടുള്ള ഇപ്പോൾ പ്രധാന പ്രശ്നം ഈ ചെരുപ്പും സ്റ്റാൻഡും ഒക്കെ ഞാൻ പോട്ടെന്ന് വയ്ക്കും. ഇപ്പം നമ്മുടെ മുറ്റത്തെ ഗേറ്റുണ്ട്, ഗേറ്റിൻ്റെ താഴെ കുറച്ച് ഗ്യാപ്പുണ്ട്. അതുവഴി അങ്ങ് വെളിയിൽ പോക്കാണ് ഇവൻ്റെ മെയിൻ പണി. പക്ഷെ പോപ്പി പാവമാണ് കേട്ടോ, ഒരു കുരുത്തക്കേടും ചെയ്യൂല. ചുമ്മാ കളിച്ചും കൊണ്ട് നടക്കും. അങ്ങനെ ഭയങ്കര ശല്യമെന്ന് പറയാനില്ല. പക്ഷെ നമ്മുടെ പൂപ്പി കാരണം ഇന്ന് പോപ്പിക്കും കൂടിയാണ് പണി കിട്ടിയത്. രണ്ടുപേരെയും കൊണ്ട് നേരെ ചെവിയിൽ തൂക്കിയെടുത്ത് നേരെ കൊണ്ട് കൂട്ടിൻ്റെ അകത്താക്കി. കണ്ടോ, കൂട്ടിൻ്റെ അകത്താക്കിയെങ്കിൽ നമ്മളെ പോപ്പി ഇതാവ് കണ്ടില്ലേ, പിന്നെയും മിണ്ടാതിരിപ്പുണ്ട്. നമ്മുടെ പൂപ്പിക്കാണ് കുറച്ച് പ്രശ്നം കൂടുതൽ. കണ്ടോ, കിടന്ന് കുരയ്ക്കുന്ന കുരപ്പ്. അങ്ങനെയാണ് അവൻ്റെ കാര്യം. അവന് ഇഷ്ടപ്പെട്ടില്ല, കൂട്ടിൻ്റെ അകത്താക്കിയത് ഇഷ്ടപ്പെട്ടേ ഇല്ല. നല്ലതുപോലെ കിടന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ തുറന്നു വിട്ടില്ല കേട്ടോ. രാത്രിയായപ്പം കഴിക്കാൻ കണക്കിന് തുറന്നു വിട്ടു. രാത്രി പിന്നെ വെളിയിലായിരുന്നു നിർത്തിയിരുന്നത്. ഇത് കഴിഞ്ഞപ്പോഴാണ് അടുത്തത് എൻ്റെ പുത്രി കാണിക്കുന്നത്. കണ്ടോ എൻ്റെ പരിസരം. പിന്നെ ഇതാണ് എൻ്റെ വീട്. ഇതിൻ്റെ താഴെ എൻ്റെ കൊച്ചിൻ്റെ വീടാണ്. അവിടെ മുഴുവൻ ഇൻ്റർലോക്കാണ്, സെറ്റാണ്. അങ്ങോട്ട് ഞാൻ ചെയ്യുന്നത് പോലെ കണ്ട് ചെയ്യാൻ നോക്കിയതാണ് ആൾ. അങ്ങനെ രാത്രി കണ്ട നമ്മുടെ പൂപ്പിയെ തുറന്നു വിട്ട് അതിനപ്പോഴാണ് ഒരു സമാധാനമായി. പിന്നെ നമ്മുടെ പൂപ്പിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ട മിന്നു ഇപ്പം കാണിക്കുന്ന കന്നം തിരിവ് നോക്കിക്കോ. വീട്ടിലിരിക്കുന്ന കോഴിയെ ഓട്ടിക്കുന്നത് കണ്ട. ഇത് കണ്ടല്ലേ നമ്മുടെ പൂപ്പിയും പഠിക്കുന്നത്. അപ്പം ശരി, ബൈ ബൈ, നാളെ കാണാം.